അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൻ്റെ മെഗാ സ്റ്റാർസ് ഒരു ഫ്രെയിമിൽ കാണാൻ പറ്റിയ സിനിമയാണ് പാട്രിയോട്ട് എന്ന് പറയുന്നത്. മലയാള സിനിമ എന്ന് പറയുമ്പോൾ തന്നെ മോഹൻലാൽ മമ്മൂട്ടിയാണ് എപ്പോഴും പ്രൈം. ഒരു വേൾഡിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും ഇവരെ രണ്ടുപേരെ ഒഴിച്ചു നിർത്തിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മലയാള സിനിമയ്ക്കില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത്. ഈ സിനിമയുടെയും പാട്രിയോട്ട് എന്ന് പറയുന്ന മൂവിയുടെയും ഏറ്റവും വലിയ ഒരു സക്സസ് എന്ന് പറയുന്നത് ഇവരെ രണ്ടുപേരെയും ഒരു ഫ്രെയിമിൽ കൊണ്ടുവരാൻ സാധിച്ചതാണ്. അതുമാത്രമല്ല, കുറേ നാളുകൾക്ക് ശേഷം ഇവരുടെ രണ്ടുപേരുടെ ഒരു ഐക്കോണിക് സ്ക്രീൻ പ്രസൻസ്, ആ ഓറയൊക്കെ നമുക്ക് തിയേറ്ററിൽ ഒരുമിച്ച് മത്സരിച്ച് അഭിനയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ആ ഒരു എഫക്റ്റ് നമുക്കിതിൽ കാണാൻ പറ്റും. അത്രയ്ക്കും നല്ലതായിരുന്നു വ്യൂയിങ് എക്സ്പീരിയൻസ്. ഞാൻ മോർണിംഗ് ഷോയ്ക്കാണ് പോയത്. ഉറക്കം കളഞ്ഞ് പോയതാണ്. ഞാൻ സാധാരണ സെക്കൻഡ് ഷോയ്ക്കാണ് എടുക്കാറുള്ളത്, പക്ഷേ വേർത്തിട്ടായിരുന്നു. മോർണിംഗ് ഷോസ് ഞാൻ വളരെ കുറേ പോകാറുള്ളൂ, അതുകൊണ്ട് പറഞ്ഞാൽ. സോ സിനിമ ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം പറയാം, ഇത് ഒരു മാസ് മസാല, നിങ്ങൾ ജയിലർ, വിക്രം അതൊന്നും പ്രതീക്ഷ ഇതിന് പോകരുത്. ഓക്കെ, ഇത് അങ്ങനെയുള്ളതല്ല. അത് വേറെ, ഇത് വേറെ. ഇതിൽ സ്റ്റോറിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല സബ്ജക്റ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ അധികം അങ്ങനെ കണ്ടിട്ടില്ലാത്ത, എന്നാൽ ഇപ്പം കുറച്ച് നാളായിട്ട് ഈ ഒരു തീം ഇങ്ങനെ ക്ലിക്കായി വരുന്നുണ്ട്. ഇതിങ്ങനെ ക്ലിക്കായി വരുന്നുണ്ട്. അങ്ങനെ ഒരു തീമാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് വളരെ നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, ദർശന, അതുപോലെ തന്നെ നയൻതാര, ഇവരൊക്കെ ഇവരുടെ റോളുകൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഒരു കുറ്റവും പറയാനില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു മാസ് മസാല ടൈപ്പിനേക്കാൾ കൂടുതൽ നല്ലൊരു പ്ലോട്ടുണ്ട്, നല്ല പെർഫോമൻസസ് ഉണ്ട്, നല്ല പോലെ സ്ക്രീൻ പ്രസൻസ് ഉള്ള രണ്ടാളുകളെ വെച്ചതുകൊണ്ട് തന്നെ ചില മൊമെൻറ്റ്സ് ഒക്കെ നമ്മൾക്ക് നല്ല ഗൂസ് ബംസ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് ഓഫ് ദ മൂവി ആസ് യൂഷ്വൽ എക്സ്പെക്റ്റഡ് പോലെ തന്നെ അവർ ഒരു പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുന്നു. എന്താണ് കാര്യം, കാരണം, പ്രശ്നം, അതിലേക്ക് എങ്ങനെ എത്തുന്നു, അതിൽ മമ്മൂട്ടിയുടെ ആ ഒരു റോൾ എന്താണ് എന്നുള്ളത് അത് വരുന്നു. മോഹൻലാലിൻ്റെ ഇതിലേക്ക് വരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കും ഗെയിം കുറച്ചുകൂടെ ഇതാണ്. ആ സിനിമയുടെ പേസ് ഒന്ന് ഷിഫ്റ്റായിട്ട് ഒരു കുറച്ച് ആക്ഷൻ സീക്വൻസസ് കയറി വരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഒരുപാട് റിയലിസത്തിൽ നിന്ന് വിട്ടുപോകാതെ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ഓഫ് ഇത് കീപ്പ് ചെയ്തിട്ടാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ആക്ഷൻ സീക്വൻസുകൾ, സ്ലോ മോഷൻസ്, മാസ് BGMs ഇത് എക്സ്പെക്റ്റ് ചെയ്ത് പോകാതെ ഇവരെ രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ ആസ് ആൻ ആക്ടേഴ്സ്, ഇവരുടെ പൊട്ടൻഷ്യൽ, ആ ഒരു ഹൈലൈറ്റ്സ് ഉണ്ടല്ലോ, ഇവരെ കൊണ്ട് മാത്രം പറ്റുന്ന ചില കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് മാക്സിമം ഇതിൽ എൻജോയ് ചെയ്യാനുള്ള എല്ലാ സ്പേസും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഇമോഷണലി ഈ സിനിമയ്ക്ക് ഒരു കണക്റ്റ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള മൊമെൻറ്റ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡെയിലി ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ന്യൂസ് ആർട്ടിക്കിളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ആയിട്ടോ കണ്ടുപോകുന്ന പല കാര്യങ്ങളുടെയും ഒരു റിസംബ്ലൻസ് സ്റ്റോറിയിൽ ഇവിടെയൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. കാരണം ഇനിയിപ്പോൾ വരാൻ പോകുന്ന കാലഘട്ടത്ത് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്ന കാര്യം വളരെ അധികം പ്രാധാന്യമുള്ള ഒരു ഇഷ്യൂ ആണ്. ഈവൻ ദോ സിനിമാറ്റിക് ആണ്, പക്ഷേ എന്നാലും ഇത് വളരെ റെലവൻ്റായിട്ട് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഈ ഒരു ഇഷ്യൂ നമ്മുടെ എല്ലാവരുടെയും ലൈഫിലേക്ക് കയറി വരാനുള്ള ഒരു സ്കോപ്പുണ്ട്. എന്താണെന്ന് ഞാൻ കൂടുതൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതാണ്. ഓക്കെ, അപ്പോൾ സിനിമ ഓവറോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ എന്ന് ചോദിച്ചാൽ, ഇവരുടെ രണ്ടുപേരുടെയും കട്ട ഫാനാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സുഷിൻ ശ്യാം ഒരു രക്ഷയില്ല. ആ ഒരു ഇവരുടെ ആ ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് കേട്ടോ. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മൾ കുറേ പേർക്ക് വെസ്റ്റേൺ മൂവീസൊക്കെ കണ്ടവർക്ക്, അതായത് ബോൺ സീരീസ്, അതുപോലെ മിഷൻ ഇമ്പോസിബിൾ, എനിമി ഓഫ് ദ സ്റ്റേറ്റ്, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കണ്ടുപോയവർക്ക് ഇതൊരു പുതിയ തീമായിരിക്കില്ല. ആ ഒരു ഓവറോൾ തീം, അതായത് മാൻ വേഴ്സസ് ദ സ്റ്റേറ്റ്, അങ്ങനെ ഒരു ഇത്, അല്ലെങ്കിൽ മാൻ വേഴ്സസ് ദ സിസ്റ്റം, ഈ ഒരു കാര്യം പുതിയതല്ല. പക്ഷേ എന്നാലും മലയാളത്തിൻ്റേതായ ഒരു രീതിയിൽ, സദേൺ ഇൻഡസ്ട്രിക്ക് പറ്റിയ ഒരു രീതിയിൽ ഇവർ ആ ഒരു ഓവറോൾ തീമിനെ എടുത്ത് കൺവേർട്ട് ചെയ്ത് നല്ലപോലെ ആക്ട് ചെയ്ത് ഒട്ടും ബോറോ ലാഗോ അടിക്കാതെ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയല്ലോ, ഇവർ രണ്ടുപേരുടെ മാസിനേക്കാൾ കൂടുതൽ ഇവർ രണ്ടുപേരും മത്സരിച്ച് അഭിനയിക്കുന്നത് കാണാനാണ് ആസ് എ പേഴ്സൺ എനിക്ക് ഏറ്റവും ഇഷ്ടം. അതാണ് ഇവർ രണ്ടുപേരുടെയും, നമ്മുടെ ഹരികൃഷ്ണൻസിനെയൊക്കെ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ഒരു മത്സരിച്ചുള്ള അഭിനയമാണ് ഏറ്റവും എൻ്റർടൈനിങ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇതിൽ സുഹൃദ്ബന്ധത്തിൻ്റെ കഥകളുണ്ട്,
നമ്മുടെ റിലേഷൻഷിപ്സും നമ്മുടെ മോഡേൺ ലൈഫും ടെക്കിനെയും ഒക്കെ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്, നമ്മളുടെ ഒരു ചെറിയൊരു പോസ്റ്റ് അല്ലെങ്കിൽ ചെറിയൊരു വീഡിയോ എന്ത് ഇമ്പാക്റ്റാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുന്നതെന്നൊക്കെ വളരെ നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റുകളും നല്ല രീതിക്ക് തന്നെ വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി അടിപൊളിയാണ്, ആക്ഷൻ സീക്വൻസ് ആണെങ്കിൽ പോലും എല്ലാം അടിപൊളിയാണ്, ഒരു കുഴപ്പവും അതിലില്ല. സോ ഓവറോൾ എനിക്ക് തിയേറ്ററിൽ പോയി കണ്ടത് നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പം റീസെൻ്റ് ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നപ്പോൾ വെറുതെ 3-4 പേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് അവർ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല എന്നൊരു ഇതുണ്ട്. ഞാൻ നേരത്തെ അത് കാരണം അവർ കുറച്ചുകൂടെ ആക്ഷൻ സീക്വൻസ് പ്രതീക്ഷിച്ചു, ഒരു മാസ് സീക്വൻസസ് ഒക്കെ പ്രതീക്ഷിച്ചാണ് അവർ വന്നത്. പക്ഷേ കുറച്ചുകൂടെ സ്റ്റോറി ഡ്രിവൺ പ്ലോട്ട് ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്നൊരു കാര്യം ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ പറയുന്ന കാര്യമാണ്, വിക്രമല്ല, ജയിലറല്ല, അതുപോലെ തന്നെ മറ്റേ എമ്പുരാനല്ല, ഇതൊന്നുമല്ല. ഈ സിനിമയ്ക്ക് ഇതിൻ്റേതായിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് മാസ് മസാല നിങ്ങൾ പ്രതീക്ഷിച്ച് വരാതെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് അവരുടെ അത് എക്സ്പെക്റ്റ് ചെയ്ത് വരിക, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ എക്സ്പെക്റ്റ് ചെയ്ത് വരിക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിരാശനാകേണ്ടി വരില്ല. ഓക്കെ, അപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക.